പൊടി വാട്ടാനും കൊഴുക്കാനും പരത്താനും ഒന്നും നിൽക്കണ്ട. വെറും 10 മിനിറ്റ് കൊണ്ട് ഇതേപോലത്തെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിൽ ഉണ്ടാക്കാം. എത്ര സമയം കഴിഞ്ഞാലും ഹാർഡായി പോവില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നിങ്ങൾ പച്ചരിപ്പൊടിയോ അല്ലെങ്കിൽ പത്തിലുണ്ടാക്കുന്ന പൊടിയോ ഏതായാലും എടുക്കാം. ഇനിയിപ്പോൾ കപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലെടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചോറാണ്. ചോറ് നമ്മൾ 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വേണം ചോറെടുക്കാൻ. പിന്നെ നമ്മൾ അരിപ്പൊടി എടുക്കുന്ന അതേ കപ്പ് തന്നെ ചോറെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ ചോറും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ പൾസ് മോഡിലിട്ടിട്ട് ഇതൊന്ന് കറക്കിയെടുക്കണം. 2-3 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് മാവ് കുഴച്ചെടുത്ത പോലെ തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് അരക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചത്. അപ്പം നിങ്ങൾ അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ മാവ് മൊത്തം ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വെക്കണം. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു ഷീറ്റ് എടുക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ വാഴയിലെടുത്താലും മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് പ്ലേറ്റ് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്കിത് നല്ല ഷേപ്പിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുപ്പിൻ്റെ മൂടിയോ അല്ലെങ്കിൽ പുട്ടുമേക്കറിൻ്റെ മൂടിയോ മറ്റോ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുത്താലും മതിയാവും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച മാവെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് കളർ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നൈസ് പത്തിരി പോലെ നന്നായിട്ട് പൊങ്ങി വരുമെന്നില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരും മാത്രമേ ചെയ്യൂ. ഇത് കണ്ണൂർ സൈഡിലുള്ളവർക്കെല്ലാം അറിയുണ്ടാവും. ഇത് ഒറോട്ടിയുമല്ല നൈസ് പത്തിരിയുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു പത്തിരിയാണ്. അരിപ്പത്തിൽ നിന്നാണ് മെയിനായിട്ട് ഇതിൻ്റെ പേര്. അത് ഇതുപോലെ ചെറുതായിട്ട് മാത്രമേ പൊങ്ങി വരൂ. അപ്പോൾ ഇതാ നമ്മുടെ അരിപ്പത്തിലെല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം കുഴക്കാനും പരത്താനും ഒക്കെ കഷ്ടപ്പെടണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയാൽ തന്നെ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ കുറേ അരിപ്പടിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ചോറെല്ലാം ബാക്കിയായാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് അരിപ്പത്തിലാണ് കേട്ടോ. എത്ര സമയം വെച്ചാലും ഹാർഡായി പോവില്ല. ചിക്കൻ കറി, ബീഫ് കറി, മുട്ടക്കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കറി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചിലർ ഇത് തേങ്ങാപ്പാലിൽ മുക്കിയെടുത്തിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.